ബിഗ് ബോസ് തുടങ്ങി ഫസ്റ്റ് വീക്കിൽ എവിക്റ്റ് ആവാൻ പോകുന്നത്. സത്തമ്മേ നിന്നോട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു കണ്ണെന്തായാലും ക്യാമറയിലാണ്. സെന്റിമെന്റ്സ് കിട്ടുന്ന രേണുസുതി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അനീഷ് കാണിച്ചു കൂട്ടുന്നത് അത്രയും വൃത്തി. എനിക്കിപ്പോ ഇവിടെ വെള്ളം കിട്ടിയേ പറ്റൂ, എനിക്ക് കിട്ടണം. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മോനിഷാസ് ജേണൽ. അങ്ങനെ നമ്മൾ ബിഗ് ബോസ് 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒബിയസ്ലി നെക്സ്റ്റ് എന്ന് പറയുന്നത് എലിമിനേഷനാണ്. എല്ലാവരും നോക്കി കാണുന്ന ഒരു എലിമിനേഷനാണ്. ഈ ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടന്നത്. എന്ന് വെച്ചാൽ കുറേ പേര് വെറുതെ ഇരിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, ഉറങ്ങാം വാ. കുറേ പേര് വെറുതെ ഇരിക്കുന്നു, പിന്നെ കുറേ പേര് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ അപ്പാനി ശരത്ത് ഇതിന് മാത്രം എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന്. കാരണം പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ആരോ പറയുന്നത് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ളത് അപ്പാനി ശരത്തിനാണെന്ന് പറഞ്ഞിട്ട്. അറിയില്ല, ഈ പ്ലാൻ ചെയ്യുന്നതൊക്കെ പ്രാവർത്തികമാക്കിയാൽ വേണമെങ്കിൽ സാധ്യതയുണ്ട്. ഈ ആഴ്ചത്തെ എവിക്ഷൻ നോമിനേഷനിലുള്ളത് ശാരിക, രഞ്ജിത്ത്, രേണുസുതി, അനുമോള്, ശൈത്യ, ജിസൈൽ, നിവിൻ ആൻഡ് ആര്യനാണ്. ബിഗ് ബോസ് തുടങ്ങി 2ാമത്തെ ദിവസമായിരുന്നു നോമിനേഷൻ. ആ സമയത്ത് നെവിനെ വെച്ചപ്പോൾ നെവിനെ പലരും പറഞ്ഞു. അപ്പോൾ നോമിനേഷനിൽ വന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു മേ ബി പോവാൻ ചാൻസ് ഉണ്ടായിരുന്നോ, കാരണം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ അതിന് ശേഷമുള്ള നെവിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതായിരുന്നു. മീൻസ് കുറച്ചും കൂടി ആക്റ്റീവായി ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റന ഫാത്തിമ പറഞ്ഞത് നെവിൻ ഒട്ടും ബിഗ് ബോസ് പഠിക്കാതെയാണ്, എൻ്റർടൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു റനയേക്കാളും എത്രയോ ബെറ്റർ കണ്ടന്റ് കൊടുക്കുന്നത് നെവിൻ തന്നെയാണ്. ഇപ്പം നെവിൻ, അനീഷ് അവരൊക്കെയാണ് ആ ഒരു ബിഗ് ബോസ് ഫ്രെയിംസിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉറപ്പായിട്ടും അനീഷ് നെക്സ്റ്റ് മുതൽ വരാൻ, അതായത് അടുത്ത എലിമിനേഷൻ റൗണ്ടിലൊക്കെ വരാൻ സാധ്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഇപ്രാവശ്യം ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒരു തലനാരിഴക്കി രക്ഷപ്പെട്ട ആളാണ് അനീഷ്. നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് അനീഷിനെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞ പോലെ അടുത്തുള്ള ഇനി വരുന്ന എല്ലാ നോമിനേഷനിലും 100% അനീഷ് ഉണ്ടാവും. കാരണം അനീഷ് ആ 18 പേരും, നമുക്ക് ഇതുവരെ ബിഗ് ബോസ് ഇത്രയും സീസൺ കണ്ടതിൽ പലരും പലരെയും ദേഷ്യമാണ്, വെറുക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്നുണ്ടാവും. എന്നാൽ പോലും ഒരാൾക്ക് ഒരാളെ എപ്പോഴും ഒരു കൂട്ടായിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ക്യാമറയിൽ നമ്മൾ കാണുമ്പോഴെങ്കിലും ഒരു കൂട്ട് കാണും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റം പറയുന്നുണ്ടാവും, വാട്ടവർ, പക്ഷേ അവർ തമ്മിലൊരു സ്പേസ് എപ്പോഴും ഉണ്ടാവും. ഇപ്രാവശ്യം തീരെ കാണാത്തത് അതാണ്. ഈ 18 പേരുടെയും എതിരാളിയാണ് അനീഷ്. കാരണം അനീഷ് അങ്ങനെ 18 പേരുടെ എതിരാളി ആയതിൽ പുതുമയൊന്നുമില്ല. അനീഷ് കാണിച്ചു കൂട്ടുന്നത് അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ്. അനീഷിന്റെ നിലപാട് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് ലാലേട്ടനേക്കാളും വലുത് അനീഷാണ് എന്നുള്ളത്. അതായത് മറ്റുള്ള എല്ലാവരെയും പുച്ഛം, ഞാനെന്ന ഭാവം. അനീഷ് ആ ബിഗ് ബോസിൽ നടന്നുണ്ടെങ്കിൽ അനീഷിനെ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോവുക. കാരണം അമ്മാതിരി നടത്താം, ആരെന്ത് പറഞ്ഞാലും പുച്ഛം. അത് ശരിയായ ആറ്റിറ്റ്യൂഡേ അല്ല. അനീഷ് ബിഗ് ബോസിൽ അധിക കാലം നിൽക്കും എന്ന് അനീഷ് ചിന്തിക്കും. പക്ഷേ ഉറപ്പായിട്ടും എല്ലാ എലിമിനേഷനിലും എല്ലാ നോമിനേഷനിലും വരും ചെയ്യും. അനീഷ് ഉടനെ തന്നെ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്നലെ ആര്യനായിട്ടൊരു സംസാരം ഉണ്ടായ സമയത്ത് ഞാൻ കോമണറാണ്, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിക്ടിം കാർഡ് അനീഷ് ഇറക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. കാരണം അനീഷയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രേക്ഷകർ 24 മണിക്കൂർ ഇത് കാണുന്നുണ്ട്. എത്ര വിക്ടിം കാർഡ് ഇറക്കിയാലും ആൾക്കാർക്ക് മനസ്സിലാവും അനീഷ് കാണിക്കുന്നത് ഓവർ സ്മാർട്ടാണ്, അല്ലെങ്കിൽ ഒരു മണ്ടനെ പോലെ അഭിനയിക്കുകയാണെന്നുള്ളത്. കാരണം പല മണ്ടന്മാരെ പോലെ അഭിനയിച്ചവരും ബിഗ് ബോസ് വിന്നേഴ്സ് ആയിട്ടുണ്ടാവും. പക്ഷേ പ്രേക്ഷകർ എപ്പോഴും മണ്ടന്മാരാവണമെന്നില്ല. ഇന്നലെ ആണെങ്കിലും ആര്യനോട് നിങ്ങൾ ഭയങ്കര പൈസക്കാരാണ്, നമ്മൾ പൈസ ഇല്ലാത്തവരാണ്, അങ്ങനെയൊന്നും പറയേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും പറയണമല്ലോ, ഞാൻ ഇവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ഞാൻ കോമണർ ആയതുകൊണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അനീഷ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അനീഷിനെയും കാണാം അല്ലേ നോമിനേഷനിൽ. ബിഗ് ബോസ് തുടങ്ങി ഫസ്റ്റ് വീക്കിൽ എവിക്റ്റ് ആവാൻ പോകുന്നത് ഉറപ്പായിട്ടും മുൻഷി രഞ്ജിത്ത് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായവും പറയാം. കാരണം മുൻഷി രഞ്ജിത്ത് എന്ന ആൾ ഒരു തരത്തിലും അവിടെ ആക്റ്റീവ് അല്ല. അതായത് 19 പേരിൽ ഒരാൾ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളൂ. ഇപ്പം ഗെയിംസിൻ്റെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗെയിംസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗൺ ആണ്. ഈ പറഞ്ഞ പോലെ അക്ബർ യാതൊരു തരത്തിലുള്ള അവിടെ നല്ലൊരു മെസ്സേജസ് അല്ല കൊടുക്കുന്നത്, വലിയ കണ്ടന്റ് ഒന്നുമില്ല, ഡിസ്കഷൻസ് മാത്രം. അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ
അകത്ത് കയറി സംസാരിക്കുന്നുള്ളൂ. എന്നാൽ അക്ബർ ഗെയിംസിൽ നന്നായി പെർഫോം ചെയ്യുന്നതുകൊണ്ട് അക്ബറിന് അവിടെ ഒരു സാധ്യത ഉണ്ട്. പക്ഷേ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ യാതൊരു തരത്തിലും റെനെ ആയിട്ട് ആകെ ഒരു തവണ സംസാരിച്ചു. പിന്നെ മുൻഷി രഞ്ജിത്തിനെ നമ്മൾ കാണുന്നത് ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമ്പോൾ, അതായത് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നയാളെ കുറിച്ച് അഭിപ്രായം പറയാം, എല്ലാവരും 19 പേരും പങ്കെടുക്കുന്ന എന്തെങ്കിലും ടാസ്കിൽ മാത്രം മുൻഷി രഞ്ജിത്ത് വന്ന അഭിപ്രായം പറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സോ എനിക്ക് തോന്നുന്നു മുൻഷി രഞ്ജിത്തിനെ അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നത് ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. എനിക്ക് മുൻഷി രഞ്ജിത്തിനെ പോലെ തന്നെ തോന്നിയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ശൈത്യ. ശൈത്യയും വേണ്ടത്ര കണ്ടന്റ് കൊടുക്കുന്നില്ല. ബിൻസി ഒന്നും തുടക്കത്തിൽ അത്ര കണ്ടന്റ് കൊടുത്തിട്ടില്ലെങ്കിലും അവസാന ദിവസങ്ങളായപ്പോൾ സംസാരിച്ചെങ്കിലും തുടങ്ങി. പക്ഷേ മുൻഷി രഞ്ജിത്തും ശൈത്യയും അവിടെ ഉള്ളത് യാതൊരു തരത്തിലും അറിയുന്നില്ല. ഈവൻ എനിക്ക് തോന്നുന്നു മുൻഷി രഞ്ജിത്തിനെ നമ്മൾ പുറത്താക്കുന്ന ആ ഒരു ടാസ്കിൽ എത്തിയിട്ട് പോലും അതിനുശേഷം ആരും ആക്റ്റീവായിട്ട് ആ ടാസ്കിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നണോ. സോ മുൻഷി രഞ്ജിത്ത് തന്നെയാവും ഇപ്രാവശ്യം എന്തായാലും, അതായത് ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് എലിമിനേറ്റ് ആവുന്നത് മുൻഷി രഞ്ജിത്താവും. പിന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ജിസേൽ നല്ലൊരു ഗെയിം പ്ലെയറാണ്. അതായത് ഏത് ഗെയിംസിലാണെങ്കിലും എത്ര പരിക്ക് പറ്റിയാലും അത് ഗെയിംസിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാനുള്ള ഒരു കഴിവ് ജിസേലിനുണ്ട്. സോ ഉറപ്പായിട്ടും ജിസേൽ എലിമിനേറ്റ് ആവാനുള്ള യാതൊരു സാധ്യതയില്ല. ജിസേൽ ആ ബിഗ് ബോസിൽ നിൽക്കാൻ ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അനുമോൾ ഇപ്പോൾ കുറച്ച് ചെറിയ രീതിക്ക് കണ്ടന്റ് തന്ന് തുടങ്ങിയത് കൊണ്ടും അനുമോളിന് ഒരുപാട് ഫാൻസ് നാട്ടിലുള്ളത് കൊണ്ടും അനുമോൾ എന്തായാലും എലിമിനേറ്റ് ആവില്ല. അതുപോലെ തന്നെയാണ് രേണു സുധിക്കാണ് എനിക്ക് തോന്നുന്നു വോട്ടിങ്ങിൽ നല്ല വോട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് രേണു സുധി. പുറത്ത് എത്ര ഹേറ്റേഴ്സ് ഉണ്ട്, പുറത്ത് എത്ര ആൾക്കാർ കളിയാക്കിയെന്ന് പറഞ്ഞാലും രേണു സുധിക്ക് എന്തായാലും നല്ല രീതിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല രേണു സുധി അവിടെ ബിഗ് ബോസിന് പറ്റിയൊരു ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ബിഗ് ബോസിൽ രേണു സുധി യാതൊരു തരത്തിലുള്ള കണ്ടന്റും കൊടുക്കുന്നില്ല. അക്ബർ എന്ന ആള് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അത് മാത്രമല്ല, അവിടെ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ മോശമാണ്. സോ ആ ഒരു കണ്ടന്റിൽ മാത്രമേ നമുക്ക് രേണു സുധിയെ കാണാൻ പറ്റിയിട്ടുള്ളൂ. വേറൊരു കണ്ടന്റിൽ നമുക്ക് രേണു സുധീനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കണ്ടത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എപ്പിസോഡിൽ തത്തമ്മയ്ക്ക് കണ്ണില്ലാത്തതുകൊണ്ട് പകുതിക്കുന്ന സംസാരം നിർത്തിയൊരിത് മാത്രമേ ഉള്ളൂ. തത്തമ്മോട് വിഷമം പറയുമ്പോൾ തത്തമ്മോട് വിഷമം പറഞ്ഞിട്ടുള്ള കാര്യമില്ല എന്നുള്ളൊരു രീതിയിലുള്ള ആ ഒരു എന്നാലും ഇങ്ങനെ നോക്കിയിരുന്നു, തത്തമ്മേ നിന്നോട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു കണ്ണെന്തായാലും ക്യാമറയിലാണ്. സോ രേണുസുധി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വരും എപ്പിസോഡുകളിൽ ഇനി രേണുസുധി തിളങ്ങുമെന്ന്. അപ്പോൾ എന്തായാലും ഈ ആഴ്ച രേണുസുധി പോവാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. രേണു സുധി എന്ന ആള് എന്തായാലും എവിക്ഷനിൽ വരില്ല. പക്ഷെ എന്നാൽ പോലും രേണു സുധി അത്ര നല്ല പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ രേണു സുധി നാട്ടിലുള്ള സമയത്ത്, അതായത് ബിഗ് ബോസിന് പുറത്തുള്ള സമയത്ത് ഇറക്കിയിരുന്ന ഒരു കളിയാണ് സുധിച്ചേട്ടൻ. നമ്മൾ കണ്ടു ഫസ്റ്റ് എപ്പിസോഡിൽ കയറുമ്പോഴും സുധിച്ചേട്ടാ ഞാൻ എത്തി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സുധി എന്നൊരു വിക്ടിം കാർഡാണ് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച സമയത്ത് രേണു സുധി അക്ബറിനെ എതിർക്കുക. അക്ബർ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അക്ബർ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് അക്ബറിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്നതിന് പകരം വിധവകളെ, സ്ത്രീകളെ അങ്ങനെയാണ് പറഞ്ഞത്. അത് ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവിടെ ഓരോ വ്യക്തികൾക്കും ഓരോ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ അക്ബർ ഫോക്കസ് ചെയ്തത് രേണുവിനെ മാത്രമാണ്, ഒരിക്കലും ഒരു വിധവയോ ഒരു സ്ത്രീയെയോ ഒരു അമ്മയോ അല്ല. അപ്പോൾ രേണുസുധി അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇല്ല. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം രേണുസുധി എന്നൊരു വ്യക്തിയെ പറഞ്ഞപ്പോൾ രേണുസുധി അത് ശരി നിങ്ങളെല്ലാവരും എടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ഇടയ്ക്കുന്ന അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടുന്ന രേണുസുധി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. രേണുസുധി അവിടെ ചെയ്തതാണ് തെറ്റ്. നേരെ മറിച്ച് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ പ്രേക്ഷകരെല്ലാം അക്ബറിനെതിരായിരുന്നു. രേണുസുധിയെ അനുകൂലിച്ച ഒരു പറ്റ ആൾക്കാർ, അതായത് രേണുസുധീനെ എതിർത്തവർ പോലും രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ രേണുസുധിയുടെ നെക്സ്റ്റ് ഡേയിലെ അഭിനയമാണ് നേരെ തിരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തത്തയോട് ഇരുന്നുള്ള സംസാരം, ക്യാമറ ഇടം കണ്ണിട്ടിട്ടുള്ള സംസാരം, ഈ വിധവ വിക്ടിം കാർഡ്, അതൊക്കെയാണ് രേണുസുധിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. അതായത് നാട്ടിലും ഇതേപോലെ എന്തെങ്കിലും കാർഡ് ഇറക്കി കളിക്കുക അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സുധി എന്നൊരു അല്ലെങ്കിൽ സുധിച്ചേട്ടനെ വെച്ചിട്ടൊരു കളി അത് ശരിയായ രീതിയല്ല. ആൾക്കാർ സാധാരണക്കാർ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സോ രേണുസുധി ആയിട്ട് മാത്രം കളിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി പോലും വഴക്കുണ്ടാക്കുന്ന സിറ്റുവേഷനാണ് ബിഗ് ബോസിൽ കാണുന്നത്. അതായത് വെള്ളത്തിന് പോലും നമ്മളിപ്പോൾ ഒരു വെള്ളം ചോദിക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം
എനിക്കിപ്പോൾ ഇവിടെ വെള്ളം കിട്ടിയേ പറ്റൂ, എനിക്ക് കിട്ടണം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും ബിഗ് ബോസിൽ എടുക്കുന്നത്. ഇപ്പോൾ റെനി ആണെങ്കിലും ഒനിയലാണെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക്, വളരെ അനാവശ്യ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ വഴക്കിടുന്നതാണ് ബിഗ് ബോസ് എന്നുള്ളത് ഓൾറെഡി പഠിച്ചു വെച്ച് പോയ ആൾക്കാർ എന്തൊക്കെയോ അവിടെ ചെയ്തു കൂട്ടുന്നു. അതുപോലെ എനിക്ക് തോന്നി കഴിഞ്ഞ സീസണിൽ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനും റോക്കിയും തമ്മിലൊരു വർത്തമാനം ഉണ്ടായ സമയത്ത് ജാസ്മിൻ എടുത്തൊരു നിലപാടുണ്ട്. അതായത് അടുത്ത് വരരുത്, അതായത് എൻ്റെ മേല് തൊടരുത്. ജാസ്മിൻ ആ നിന്നിടത്ത് നിന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് തൊട്ടടുത്ത് വരാൻ ജാസ്മിൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു റോക്കി മാത്രമല്ല ജിൻഡോനായിട്ട് അങ്ങനെ ഒരു വഴക്കുണ്ടായ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. പക്ഷേ ഇപ്രാവശ്യം ഇന്നലെ ബിൻസിയും നെവിനും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് ബിൻസി അങ്ങോട്ട് കയറുന്നൊരു ഇതാണ് കണ്ടത്. അത് ശരിയായ ഒരു രീതിയില്ല. അതായത് അങ്ങോട്ട് കയറി എന്നാൽ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് പ്രവോക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതത്ര നല്ല രീതിയായിട്ട് തോന്നിയിട്ടില്ല. ബിഗ് ബോസിലെ 19 പേർക്കും സ്പേസ് ഉണ്ട്, പക്ഷേ അവർ വിചാരിക്കുന്നത് എനിക്ക് മാത്രമേ സ്പേസ് ഉള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ ഓരോ കണ്ടസ്റ്റൻസും എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മെക്കെട്ട് കയറുന്നു, ഓരോരുത്തരോട് സംസാരിക്കുന്ന രീതി, അനാവശ്യ വഴക്ക്. എനിക്ക് തോന്നുന്നു ഇതിന്നൊക്കെ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെയിംസ് കൊടുക്കുന്നത്. ആ ഗെയിംസിൻ്റെ സമയത്ത് മാത്രമേ എനിക്ക് തോന്നുന്നു അവിടുന്ന് നമുക്ക് ഇതുവരെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരു തരത്തിലും കണ്ടന്റ് ഇല്ല. അനാവശ്യ കാര്യങ്ങൾക്ക് വഴക്കിടുന്നു, ഒരു പ്രണയാഭ്യർത്ഥന നടത്തി 5 മിനിറ്റ് കഴിഞ്ഞ് ചീത്ത വിളിക്കുന്നു, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അവർക്കറിയില്ല ഏത് തരത്തിലാണ് നമുക്ക് കണ്ടന്റ് തരേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു വെപ്രാളാണ് അവിടെ കാണുന്നത്. പിന്നെ ആര്യനും കുഴപ്പമില്ല, ആര്യൻ ഭയങ്കര വലിയ പ്ലെയറാന്ന് പറയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പാനി ശരത്ത്, ആര്യൻ, അക്ബർ, ഇടയ്ക്കൊന്ന് അഭിശ്രീയോറും ഇവർ ഭയങ്കര ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ എന്തോ വലിയ സംഭവം കൊണ്ടുവരും എന്ന് അവർ ഒരാഴ്ചയായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അപ്പാനി ശരത്തിനെ അക്ബറിനും തോന്നിയത് എന്താണെന്ന് പറയുക, വീണോടുത്ത് കിടന്ന് ഉരുളുന്ന 2 ആൾക്കാർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അപ്പുറത്ത് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ അയാളുടെ മുഖത്ത് പോയിട്ട് അത് പറയില്ല, അവിടുന്ന് മാറ്റി പറയുന്ന ഒരു തരത്തിലുള്ള 2 വ്യക്തികളായിട്ടാണ് തോന്നിയത്. സോ അതുകൊണ്ട് അവർ കുറച്ച് കാലം പിടിച്ച് നിൽക്കും, കാരണം അങ്ങനത്തെ കണ്ടൻസും അനിവാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്ക് ഈ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എലിമിനേറ്റ് ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെ എനിക്ക് തോന്നുന്നു മുൻഷി രഞ്ജിത്താണ്. കാരണം യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷന് നമുക്ക് ബിഗ് ബോസിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്കോ കിട്ടിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഡിസിഷൻ വരുവാണെങ്കിൽ അത് ഒരു ഉചിതമായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. കാരണം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പുറകിൽ ഇപ്പം നിൽക്കുന്നത് മുൻഷി രഞ്ജിത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാവും ബിഗ് ബോസിലെ വഴക്കും ബഹളവും. എനിക്ക് തോന്നുന്നു ഈ എലിമിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ പ്രേക്ഷകരെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ കാര്യമായതുകൊണ്ട് ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. നമുക്ക് എലിമിനേഷനിൽ കുറച്ചും കൂടി കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമുള്ള ആൾക്കാർ നിൽക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുക. സോ ഫസ്റ്റ് എലിമിനേഷൻ എങ്ങനെ പോകും, ഇനി ഒന്നും കൂടി ബിഗ് ബോസ് ഒന്ന് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ കുറച്ചും കൂടി വൈൽഡ് കാർഡ് എൻട്രീസ് വരണം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും നോക്കാം ഞാൻ പറഞ്ഞത് ശരിയാണോ, മോനിഷാസ് ജേണലിൽ മോനിഷ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് എന്തായാലും തീരുമാനിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ബൈ.